മീനിൻ്റെ മുട്ട ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മത്തീൻ്റെ മുട്ടയാണെങ്കിലോ അതേറെ രുചി കൂടുതലും അല്ലേ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി മത്തീൻ്റെ മുട്ട എവിടെന്നെങ്കിലും കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നിൽക്കുന്ന, പക്ഷേ എവിടെയായിട്ട് മത്തീൻ്റെ മുട്ട മാത്രമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ മത്തി വാങ്ങിയിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല വലിയ വലിയ മുട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ചെയ്താലും അതിനെടുത്തിട്ട് നമുക്ക് പൊരിച്ച് കഴിക്കാം. അപ്പോൾ പൊരിക്കുന്നതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള പുളി, അതായത് ചെറുപുളി, ലെമൻ്റെ ജ്യൂസ്, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറക്ക ഒഴിക്കാം. അതിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചോറിന് കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ കറികളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മത്തീൻ്റെ മുട്ട ഫ്രൈ മാത്രം മതി. അതെങ്ങനെയാണുള്ള രുചി കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതും കാണിച്ചു തരാം. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മത്തീൻ്റെ മുട്ട എടുക്കുക. നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി കുഴച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിപ്പോൾ ഏത് സാധനം ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ രുചി കൂടുതലായിട്ട് വരും. പിന്നെ നമ്മൾ മുട്ടനെ ഇങ്ങനെ കുഴച്ചിട്ട് വെച്ചാൽ നമുക്ക് മുട്ടയിൽ മുളക് പിടിച്ചിട്ടില്ല എന്ന ഫീലിംഗ് മാത്രമേ തോന്നുള്ളൂ. കാരണം അതിൽ നന്നായിട്ട് പെരങ്ങിയിട്ട് കാണത്തില്ല മുട്ട ആയതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവും നമുക്ക് മുട്ടയിൽ മുളകൊന്നും പിടിച്ചിട്ടില്ല എന്ന ഫീലിംഗാണ് വരിക. പക്ഷെ മീനിൽ തേച്ചാൽ ഇതുപോലെയല്ല, കറക്റ്റായിട്ട് പിടിച്ച പോലെ തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് ആ പാത്രത്തിൽ തന്നെ ആക്കി കൊടുക്കാം. ഇനി അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ ഒരു 4-5 ചെറിയ ഉള്ളി പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഫ്രൈക്ക് പ്രത്യേകം ടേസ്റ്റ് കൂടുതൽ വരിക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ചൊരു ബ്രൗൺ കളറായിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പെരക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആദ്യത്തെ 3 മിനിറ്റ്. ഇനി നമ്മൾ നമ്മുടെ മുട്ട ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിലുള്ള ഉള്ളിൻ്റെ കൂട്ടുകൂടി ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.